വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ എവിടെയാണ്, കാണാനില്ലല്ലോ, ഇടയ്ക്കൊക്കെയാണല്ലോ ഇങ്ങനെ വീഡിയോസ് വരാറുള്ളത് എന്നൊക്കെ. ഇക്ക വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ബിസിയാണ്, ഓരോ യാത്രകളൊക്കെ പോകാറുണ്ട്. അപ്പോൾ വീഡിയോ ഇടാൻ അങ്ങനെ കറക്റ്റായിട്ട് പറ്റാറില്ല. അപ്പം നമ്മളിപ്പോൾ മൂന്നാറിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു മൂന്നാർ. ഞാനും ഇക്കായും മക്കളും കൂടിയാണ് പോയത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വലിയ തിരക്കൊന്നും തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് പോകാൻ പറ്റി. പിന്നെ എറണാകുളത്തുനിന്ന് വലിയ ദൂരം ഇല്ലല്ലോ മൂന്നാറിലേക്ക്. അപ്പോൾ നമ്മൾ പതിയെ മക്കളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് നല്ല റിലാക്സ് ചെയ്ത് പോകാമെന്നുള്ള പ്ലാനിലാണ് രാവിലെ തന്നെ ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 3 പേര് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അവരൊന്ന് ഉറക്കമൊക്കെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായി അവർ ഫ്രഷായിട്ട് നേരെ പോകാമെന്നായിരുന്നു. നമ്മൾ മൂന്നാറിലൊരു സ്റ്റേക്കേഷനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അത് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല, നമുക്ക് നേരെ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് പറയുന്നുണ്ടായിരുന്നു, ചൂടായതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ മൂന്നാറിൽ പോകുന്നത്, ഇനി അവിടെ തണുപ്പുണ്ടോ എന്ന് അറിയില്ല. പോകുന്ന വഴിക്കൊക്കെ നല്ല ചൂട് രാവിലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ തണുപ്പായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ നിന്ന റിസോർട്ട് നല്ലൊരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ഒക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അല്ലാതെ മൂന്നാറിൽ ടൗണിലൊക്കെ നല്ല ചൂടുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം നമ്മൾ പോയ വഴിക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ കുഴപ്പമില്ല, മക്കളെയൊക്കെ ഫ്രഷ് ആക്കാം, ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് അവിടെ കയറിയത്. കുഴപ്പമുണ്ടായിരുന്നില്ല. രാവിലെ അവിടെ തിരക്ക് തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അമ്നുവിന് സമാധാനമായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കൊടുക്കാനും ഒന്ന് ഫ്രഷ് ആക്കാനും ഒക്കെ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളും ഫുഡ് കഴിച്ച് മക്കളെ എല്ലാം ഫ്രഷ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഒരു സമാധാനമാണ്, മക്കളെല്ലാം ഒന്ന് സെറ്റായല്ലോ എന്ന് ഓർക്കുമ്പോൾ. പിന്നെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന റിസോർട്ടെന്ന് പറയുന്നത് പ്രോപ്പർ മൂന്നാറല്ല, അതിന് കുറച്ച് മുന്നേ ആണിത്. വേറൊരു റൂട്ടിലാണിത് പോകേണ്ടത്. നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള റിസോർട്ടാണ്. സ്പൈസ് ട്രീ എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ആണ് പോയത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് നല്ലൊരു വെൽക്കം ആയിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ചെന്നപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഒരു തണുത്ത കാറ്റൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നാട്ടിൽ ചൂടിൽ നിന്ന് മാറി അങ്ങനെ പോകുമ്പം ഒരു ഭയങ്കര സമാധാനമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം കാലാവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ് നാട്ടിൽ. എറണാകുളത്തൊക്കെ പറയേണ്ട ഭയങ്കര ചൂടാണ്. അപ്പം അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കൊണ്ട് തന്നു. അതൊരു ഹിബിസ്കസിൻ്റെ ഒരു ലൈമും കൂടെ ഉള്ളൊരു ഡ്രിങ്കായിരുന്നു. നല്ല അടിപൊളി ഡ്രിങ്കായിരുന്നു. അപ്പം ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ അവർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഭയങ്കര കളി നടക്കുവാണ്. ആ സമയത്ത് അവരൊരു ആക്ടിവിറ്റി പേപ്പർ നമുക്ക് കൊണ്ട് തന്നു. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതിലെല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒന്നും അല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇന്നും വൈകുന്നേരവും നാളെയൊക്കെ ആയിട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിൽ നമ്മളത് അവർ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം കേട്ടു. അങ്ങനെ ഇനി നമുക്ക് നേരെ റൂമിലിട്ട് പോകുക എന്നുള്ള പരിപാടിയാണ് അടുത്തത്. അപ്പോൾ അതുമെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യം പൂളുള്ള വില്ലയാണ് നോക്കിയത്, പക്ഷേ അത് അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ജക്കൂസി വില്ലയാണ് എടുത്തത്. ഇവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു ജക്കൂസി വില്ല എടുത്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ആ ഒരു ജക്കൂസി വില്ല കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുവാണ് അതുമെല്ലാം. ഇപ്പം നമ്മൾ നേരെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അവിടെ റെസ്റ്റോറൻറ്റ് ഉള്ളതും ഈ ഒരു ഏരിയയിൽ വേറെ ഷോപ്പുകളോ റെസ്റ്റോറൻറ്റുകളോ ഒന്നും തന്നെ ഇല്ല. ഇവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ. നമുക്ക് കോംപ്ലിമെൻ്ററി നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പോയ ദിവസത്തെ ഫുഡും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവിടെ നിന്ന് തന്നെ കഴിക്കണം. നമുക്ക് പുറത്ത് പോയാലും വേറെ ഓപ്ഷൻ ഇല്ല, കുറച്ച് ദൂരം ഓടേണ്ടി വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് മൂന്നാർ കുറച്ച് നല്ല ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ നമ്മൾ അവിടെ നിൽക്കാൻ പോയതുകൊണ്ട് തന്നെ എന്തായാലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. നല്ല അടിപൊളി ഒരു വൈബുള്ള റൂമാണ്. കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ വാഷ്റൂം ആണെങ്കിലും റൂംസ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കയറി ചെന്നപ്പോൾ തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പോൾ നമ്മളതെല്ലാം കണ്ടു. അതുമല്ലോ ആദ്യം തന്നെ പോയി നോക്കിയത് ജക്കൂസിയിലോട്ടാണ്. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവരോട് ചോദിച്ചത്. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഞാനും ഇതേപോലെ പോയി എല്ലാം ഒന്ന് കാണുവാണ്. ആ ജക്കൂസിയുടെ വിൻഡോയുടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും തുറന്നു കഴിഞ്ഞാൽ.
റൂമാണെങ്കിലും നല്ല അടിപൊളി റൂമാണ്. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് 2 സൈഡിൽ നിന്നും. ഒരു സൈഡിൽ നല്ലൊരു ബാൽക്കണിയൊക്കെ ഉണ്ട്. ഇത് കയറി ചെല്ലുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആ കാണുന്ന പോലെ തന്നെ അവരോടൊരു സ്പെഷ്യൽ കുക്കീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അവർ തന്നെ അവിടെ ഉണ്ടാക്കുന്ന ഒരു കുക്കീസാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പിന്നെ അവരോട് ഇതിനെക്കുറിച്ച് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ടീ ടേസ്റ്റ് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോഴും അവർ നമ്മൾ ആ കുക്കീസ് കഴിക്കാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. മക്കളെക്കാൾ കൂടുതൽ എനിക്കാണത് ഇഷ്ടപ്പെട്ടതെന്നുള്ളതാണ് വേറൊരു ഹൈലൈറ്റ്. അപ്പം എല്ലാം നല്ല നീറ്റായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമല്ലോ അവരിങ്ങനെ സ്റ്റാഫ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നൊന്ന് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ഡയറക്റ്റ് വെള്ളത്തിൽ കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ജക്കൂസിയിലാണെങ്കിലും ഹോട്ട് വാട്ടറൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ പുറത്തുണ്ട് സ്വിമ്മിംഗ് പൂള്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വെള്ളമൊക്കെ നല്ല തണുത്തിട്ടായിരുന്നു. 2 പൂളുണ്ട്, കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റുന്ന പൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് പിള്ളേർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ജക്കൂസി ഉള്ളതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല, നമുക്ക് ഹോട്ട് വാട്ടറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനകത്ത് പറ്റും. പിന്നെ ഒരു ബാൽക്കണി എന്നുള്ള വ്യൂ നല്ല സൂപ്പറാണ്. നമ്മൾ റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ഫുൾ ഗ്ലാസ് കഴിഞ്ഞിട്ടാണ് ബാൽക്കണി. അത് നല്ലൊരു അടിപൊളി വ്യൂ ആണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ആകാറായപ്പോഴത്തേക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പം ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അവിടെയെല്ലാം ചുറ്റിക്കണ്ടു. ഇതേപോലെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് പോകാൻ സത്യം പറഞ്ഞാൽ നല്ല പേടിയാണ്. കാരണം ഈ ഒരു തടിയുടെ താഴത്തേക്ക് നമ്മൾ ആ ഗ്യാപ്പിൽ കൂടെ നോക്കുമ്പം പാറയും താഴത്തേക്കുള്ള ഒരു കുഴി പോലുള്ളൊരു സ്പേസാണ് കാണുന്നത്. എനിക്കതുകൊണ്ട് ടെൻഷൻ കാരണം അങ്ങോട്ട് പോകാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അതുപോലെ എന്നെ പിടിച്ച് വലിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോവാണ്. പേടിക്കണ്ട. താഴേന്ന് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. അതുകൊണ്ട് അധികം നേരം അവിടെ നിന്നില്ല. പിന്നെ നമ്മൾ താഴത്തേക്ക് പോയി. അവിടെ ടീ പ്ലാന്റേഷനുണ്ട്, ഒരുപാട് നടന്ന് കാണാനുണ്ട്. പിന്നെ ഈ നടന്ന് കണ്ടിട്ട് തിരിച്ച് കയറ്റം കയറി വരുന്നതും ഇത്തിരി ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതുകൊണ്ട് ആദ്യം ഇറങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പിന്നെ തിരിച്ച് കയറി വരുന്നതാണ് ഇത്തിരി ടാസ്ക്. എന്നാലും നമ്മൾ കാണാൻ വേണ്ടി പോയി. ഒരു പ്രാവശ്യം താഴെ ഇറങ്ങിയെല്ലാം ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് ഭയങ്കര പാടുപെട്ടാണ് കയറിയത്. അതുപോലും വലിയ സ്പീഡിലൊക്കെ ഓടി പോകുന്നുണ്ട്. തിരിച്ച് കയറി വന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കായിരുന്നു. അപ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തിയപ്പം ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഫുഡ് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പുറത്ത് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓർഡർ ചെയ്താൽ കഴിച്ചതാണ്. പിന്നെ 2 പേരും കൂടി ഞാൻ പറഞ്ഞ പോലെ കോമൺ പൂൾ അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു റെസ്റ്റോറൻറ്റ് തൊട്ടടുത്തായിട്ട്. അവിടെ പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് വെള്ളത്തിൽ ഇറക്കാൻ സമ്മതിക്കാത്തതിന് അത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ റൂമിൽ പോയി ഫുള്ള് ജക്കൂസിൽ കളിയും ബഹളമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒത്തിരി ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഇറങ്ങിയത്. അന്ന് കുറച്ച് നേരം കിടന്ന് ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. അവിടുന്ന് പിന്നെ ഞാൻ പറഞ്ഞ പോലെ താഴെ വേറൊരു പൂളുണ്ട്. ഇവർ ഉച്ചയ്ക്ക് അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അപ്പം വൈകിട്ട് ഇന്നൊരു ടീ സെഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ടീ ഒക്കെ ടേസ്റ്റ് ചെയ്യുന്നൊരു സെഷൻ. അപ്പോൾ നമുക്ക് അവിടെ പോയി അവർ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. വെറൈറ്റി ടീ ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ തന്നെ ഉണ്ടാക്കുന്ന അവരുടെ സ്പെഷ്യൽ കുക്കീസും ഒക്കെ നമ്മൾ കഴിച്ചു. അപ്പം ആദ്യമായിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ടീയെക്കുറിച്ചും ഒക്കെ അറിയുന്നത്. അതെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് ആ സെഷനെല്ലാം കഴിഞ്ഞപ്പോൾ ആദൂന് ടവലും കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സെഷൻ പിള്ളേർക്ക് മുകളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കയറ്റമെല്ലാം കയറി മുകളിലെത്തണമല്ലോ. അവിടെ എത്തിയപ്പോൾ വേറെ 2 കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവർ കഴിയുന്നത് വരെ ആദു വെയിറ്റ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ആദു കയറി. അല്ലുവിന് വേണ്ട എന്ന് പറഞ്ഞാൽ അല്ലു ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ആദു ഒറ്റയ്ക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ ഞങ്ങളും കൂടി ആദുവിൻ്റെ കൂടെ കൂടി ഞാനും. ആദുവിനത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവർ നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദുവിന് പഠിപ്പിച്ചൊക്കെ കൊടുത്തു. പിന്നെ നേരെ വന്ന് കിടന്ന് ഉറക്കമൊക്കെ ആയി. രാവിലെ ഈ പറയുന്ന പോലെ തന്നെ രാവിലെ വീട്ടിലാണെങ്കിൽ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്. ഇവിടെ നേരത്തെ എഴുന്നേറ്റു. കാരണം നേരത്തെ വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെയുള്ള പ്ലാനിലാണ് കിടന്നത്. അപ്പോൾ വെള്ളത്തിൽ കളിക്കാം, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അന്നത്തെ ദിവസം. ബുഫേ ആയിരുന്നു, നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ചൊന്ന് നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഫ്രഷായിട്ട് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ കുറച്ച് പോയിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. മൂന്നാറിൽ നിന്ന് നേരെ പോകണം, കാന്തല്ലൂരൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട്
തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ നേരെ ഗ്യാപ്പ് റോഡ് വഴിയാണ് പോകുന്നത്. ഇപ്രാവശ്യം ഗ്യാപ്പ് റോഡിൽ പോയപ്പം റോഡ് കുറച്ചുകൂടി പണിയൊക്കെ കഴിഞ്ഞ് നല്ല സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഇതുവരെ മൂന്നാറിൽ ചെന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് റോഡ് വഴി പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കണം. നിങ്ങൾക്ക് മൂന്നാറിൻ്റെ ആ ഒരു ബ്യൂട്ടി ശരിക്കും ഫീൽ ചെയ്യും ആ ഒരു ഏരിയയിൽ നിങ്ങൾ പോയാൽ. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ പോയ വഴിയിലൊക്കെ ഇറങ്ങി നിന്ന് ഒന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. അടിപൊളി വ്യൂ ആണ്. പിന്നെ നമ്മൾ നേരെ മറയൂർ വഴിയാണ് കാന്തല്ലൂർ പോയത്. അപ്പം നിങ്ങൾക്കറിയാം മറയൂർ ചന്ദനത്തിൻ്റെ മരങ്ങളൊക്കെ ഒരുപാടുള്ളതാണ്. ആ വഴിയൊക്കെ പോയി എല്ലാം എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ നമ്മൾ മൂന്നാറിലെ ഈ യാത്രാവിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.